വിശദമായ വാർത്തയിലേക്കാണ്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി നടന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തി കസ്റ്റംസ്. നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് റെയ്ഡ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് നടത്തിയ പരിശോധന 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തതായി അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സെർച്ച് വാറണ്ട് ഉണ്ടായിരുന്നത്. ആ 6 ഇടങ്ങളിലെ സെർച്ച് വാറണ്ട് ഉപയോഗിച്ച് 6 ഇടങ്ങളിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ തന്നെ 4 ഷോറൂമുകളിലും 3 വീടുകളിലുമായാണ് പരിശോധന നടന്നത്. ഈ 4 ഷോറൂമുകളിൽ 3 എണ്ണം കോഴിക്കോടാണ്. ഒന്ന് മുക്കത്തെ 2 ഷോറൂമുകളിലും ഒപ്പം തന്നെ കോഴിക്കോട് തൊണ്ടയാട് ഒരു ഷോറൂമിലുമായാണ് കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. കസ്റ്റംസിനൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഒരു ലോക്കൽ പോലീസിന്റെ സഹായവും കസ്റ്റംസ് തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ, സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടന്നത്. അതിൽ മലപ്പുറത്ത് ഒരു സ്ഥാപനത്തിൽ പരിശോധന നടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പുറത്ത് ഇത്തരത്തിലൊരു വാഹനം നിർത്തിയിട്ടതായി കണ്ടെടുക്കുകയായിരുന്നു. അങ്ങനെ ആ വാഹനം കസ്റ്റഡിയിലെടുത്തു. ആ കസ്റ്റഡിയിലെടുത്തത് കൂടാതെ 11 വാഹനങ്ങൾ, അതായത് മറ്റ് 10 വാഹനങ്ങൾ ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 7 ഇടങ്ങളിലായി നടന്ന ഒരു തെരച്ചിൽ പരിശോധനയിൽ 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതേസമയം കോഴിക്കോട് തൊണ്ടയാട് ഷോറൂമിൽ ഒരു പ്രാഡോ വാഹനത്തിന്റെ രേഖകൾ സംബന്ധിച്ച് സംശയമുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ രേഖകൾ ഈ ഉടമകൾ എത്തിച്ചു നൽകി. അതേ തുടർന്ന് ഈ കോഴിക്കോട് തൊണ്ടയാട് ഷോറൂമിൽ നിന്നും ഒന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് ഉടമകൾ അവകാശപ്പെടുന്നതും. ഒന്നും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടില്ല. നിലവിൽ ഈ തൊണ്ടയാട് നിന്നും കസ്റ്റംസ് പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മറ്റിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോട് 3 ഇടങ്ങളിലും മലപ്പുറത്ത് മറ്റ് 4 ഇടങ്ങളിലുമായി 7 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. ആ പരിശോധനയിലാണ് 11 വാഹനങ്ങൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വാഹനം പിടിച്ചത് യാദൃശ്ചികമായി ഒരു വീട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ ഒരു കാര്യം. പരിശോധന ശക്തമായി തുടരാൻ തന്നെയാണ് കസ്റ്റംസിന്റെ ഒരു തീരുമാനം. അതിന്റെ ഒരു ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി ഈ പരിശോധന നടന്നു വരുന്നത്. ശരി, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നുണ്ട്. വിജിത, ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം കസ്റ്റംസ് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?